വിശാലിന് ഒരു ഭാര്യയുണ്ട്, അത് സമ്മതിക്കുന്നു. ഒരു ഭാര്യയുള്ളയാൾ വീണ്ടും വിവാഹം കഴിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെങ്കിൽ വിശാലിനെ ആ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പാർവതി തന്നെയാണ്. പാർവതി നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് വിശാൽ ജാസ്മിനെ വിവാഹം കഴിക്കുന്നത്. അതപ്പോ പ്രേരണ കുറ്റമല്ലേ? നിലവിലൊരു ഭാര്യയുള്ള വിശാൽ വീണ്ടും വിവാഹം ചെയ്യുന്നെന്ന പരാതി എന്റെ മുന്നിലെത്തിയിട്ടില്ല. ഞാൻ വന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കാനല്ല. അതിനേക്കാൾ സീരിയസ് ആയ ഒരു സംഭവം നിങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളാരും അറിയാതെ സീരിയസ് ആയി സംഭവം നടന്നിട്ടുണ്ടെന്നോ? ഇറ്റ്സ് ഇമ്പോസിബിൾ. അരവിന്ദ സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇത് ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച ടെസ്റ്റ് റിപ്പോർട്ട്. ടെസ്റ്റ് ചെയ്ത് എന്താണെന്ന് അറിയാമോ? കുറച്ച് പൂക്കൾ. ആ പൂക്കൾ എവിടെ നിന്ന് ലഭിച്ചതാണെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന്. ഇത്രയും നേരം ഞാൻ സാറ് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. കുറെ തവണ സാറിന്റെ ഫോണിൽ വിളിച്ചു. സാറിന് അപകടം പറ്റിയെന്ന് മണിക്കുട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഈ കടലാസിൽ എന്താ സാർ ഉള്ളത്? ഒന്ന് വേഗം പറയൂ സാർ. പാർവതി സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അരവിന്ദ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറയേ. പറയാം. പോലീസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ആ പൂക്കൾ എന്നെ ഏൽപ്പിച്ചത് പാർവതിയാണ്. ആ പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളുടെ സംശയം. അതുകൊണ്ടാണ് ഞാൻ ഫോറൻസിക് ലാബിലേക്ക് അത് അയച്ചത്. ഫലം പോസിറ്റീവാണ്. ഈ പൂക്കളുടെ ഗന്ധം മരണത്തിന്റെ ഗന്ധമാണെന്ന് അനുഭവം ഉണ്ടായ ആള് പറഞ്ഞെന്നോ? എന്നുവെച്ചാ ഈ പൂവ് മണപ്പിച്ചിട്ട് ഇത് ആ ജാസ്മിൻ കൊണ്ടുവച്ച ബൊക്കകളല്ലേ? അതിന്റെ കുശുമ്പാ നിനക്ക്? കുശുമ്പൊന്നും അല്ല, അവള് കൊണ്ടുവച്ചതല്ലേ. അവളുടെ മനസ്സിൽ എന്താന്ന് എങ്ങനെ അറിയാം? മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ചു പറയൂ. ആ പൂക്കളിൽ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലോ പോയിസണായി വർക്ക് ചെയ്യുന്ന ഒരുതരം കെമിക്കൽ. ആ പൂക്കൾ ശ്വസിക്കുന്നയാൾ പതിയെ പതിയെ മരിക്കും.
ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ ശ്വാസം പൂർണ്ണമായി നിലയ്ക്കും. അത് ശരി. അപ്പോ പ്രതാപൻ എസ്കേപ്പ് ആയത് ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ്. ആരെ കൊല്ലാനായിരിക്കും അവൻ പൂക്കളിൽ വിഷം പുരട്ടിയത്? ഇനിയും എന്നെയോ മറ്റോ? തീർന്നു, നമ്മൾ തീർന്നു. ഇനി ജയിലിൽ കിടക്കാം. ഇത്രയും കണ്ണിങ്ങായി എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവസാന നിമിഷം പൊളിഞ്ഞു പോയല്ലോ ജാസ്മിൻ. മോനെ ഗോപി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? പൂക്കളിൽ ആളെ കൊല്ലുന്ന വിഷം തളിച്ചത് ആരാ? ആരെ കൊല്ലാൻ വേണ്ടിട്ടാ? കുടുംബത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പാടില്ല എന്നാണോ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി. ജാസ്മിനും ജാസ്മിന്റെ ഏട്ടനും കൂടി കൊണ്ടുവെക്കുന്ന പൂക്കളിൽ വിഷമുണ്ടെന്ന് പാർവതി എത്ര തവണ പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും അത് വിശ്വസിച്ചോ? വിവാഹം മുടക്കാൻ വേണ്ടി പാർവതി കള്ളം പറഞ്ഞ് നടന്നതാണെന്ന് എല്ലാവരും പറഞ്ഞു. പാർവതിയുടെ ഭാഗത്തായിരുന്നു ശരിയെന്നാ അരവിന്ദ് സാർ പറയുന്ന. വെറുതെ പറയുന്നതല്ല, തെളിവ് സഹിത പറയുന്ന. ഇപ്പോഴും നിങ്ങൾ പറയൂ ഇത് പാർവതിയുടെ നാടകമാണെന്ന്. ജാസ്മിൻ, എന്തിനു വേണ്ടിയാ നീ അത് ചെയ്തത്? എനിക്കത് അറിയണം. ആരെ കൊല്ലാൻ വേണ്ടിയാ? ജാസ്മിൻ, നിന്നോടാ ഞാൻ ചോദിച്ചത്. വിശാൽ സാറിനെ കൊല്ലാൻ വേണ്ടിയാ? എന്റെ ഈശ്വര, എന്റെ കുട്ടി, എന്തിനാ നിങ്ങൾ ഈ മഹാപാപം ചെയ്തത്? ഈ നിന്നെയാണോ വിശാലിന് കൈപിടിച്ചു കൊടുക്കേണ്ടത്? പറയടി, നീ എന്തിനാ ഇത് ചെയ്തത്? അത് പാർവതിയോട് തന്നെ ചോദിക്കച്ചമ്മേ. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ചമ്മ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. നിന്നെയാണോ ഞങ്ങൾ വിശാലിന് കൈപിടിച്ചു കൊടുക്കേണ്ടതെന്ന് അച്ചമ്മ ചോദിച്ചില്ലേ? ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനിവളെ പ്രയോഗിച്ച മറ്റൊരു ബുദ്ധിയാ ഇത്. ഇനി നീ എന്തു പറഞ്ഞാലും ഇവിടെ ആരും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ജാസ്മിൻ. നീ നിന്റെ ചേട്ടനും പെട്ടു. അരവിന്ദ് ചേട്ടാ, അയ്യോ, സോറി, അങ്ങനെയല്ലേ വിളിച്ച് ശീലിച്ചത്. അതുകൊണ്ടാ പെട്ടെന്ന് നാവിൽ അങ്ങനെ വന്നത്. അരവിന്ദൻ സർ, ഇതൊക്കെ ഈ പാർവതിയുടെ കള്ളക്കളികളാണെന്ന് അല്പം കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. വിശാൽ എന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് എന്റെ ഭാഗ്യമാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇതിലും നല്ല ബന്ധം കിട്ടില്ല എന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. എന്നിട്ടും വിശാലിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാ കേൾക്കുന്നവർക്ക് മനസ്സിലാകും അത് കള്ളമാണെന്ന്. അരവിന്ദ് സാറിന് മനസ്സിലാവുന്നില്ലേ?
വിവാഹം മുടക്കാനുള്ള പാർവതിയുടെ കള്ളക്കളികളാ ഇതൊക്കെ. ഹ, ഒറ്റ നോട്ടത്തിൽ തന്നെ കള്ളന്മാരെ കണ്ടുപിടിക്കുന്നവരല്ലേ നിങ്ങൾ ഈ പോലീസുകാര്? Shut up. കൂടുതൽ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത്. അത് ഒരു കള്ളലക്ഷണമാണ്. വിളഞ്ഞ കള്ളന്മാരുടെ ലക്ഷണം. അഭിനയത്തിന്റെ കാര്യത്തിൽ ഇവൻ നിന്റെ ഏട്ടൻ വളരെ മിടുക്കനാണ്. ജദ്ദിന്റെ അനിയത്തി തന്നെയാണെന്ന് നീയും തെളിയിച്ചു കഴിഞ്ഞു. അത്രയും ഭംഗിയായിട്ടാ നീ നല്ല കുട്ടിയുടെ വേഷം അഭിനയിച്ചത്. നീ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു കരുതിയോ? നീ എന്താ വിചാരിച്ചത്? ഞാൻ വെറും മണ്ടനാണെന്നോ? മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ വെച്ച് അളിയൻ ഞങ്ങളെ ചെറുതാക്കാൻ നോക്കുവാണ്. ഞാൻ എവിടെ അഭിനയിച്ചു എന്നാ അളിയൻ പറഞ്ഞു വരുന്നത്? എന്റെ അനിയത്തി, നിന്റെ ഭാര്യ ജയ, മറന്നിട്ടില്ലല്ലോ നീ? അവളുടെ മുന്നിലും അവളുടെ കാര്യം പറഞ്ഞ് എന്റെ മുന്നിലും എന്തൊക്കെ നാടകം നീ കളിച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? അത് പറയാനുള്ള സ്ഥലം ഇതല്ല. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു ദിവസം വരുന്നുണ്ട്. അപ്പൊ ഇനി അരവിന്ദേട്ടാന്ന് വിളിച്ച് തന്നെ സംസാരിക്കാം. കാരണം ഇപ്പൊ പറയുന്നത് കുടുംബകാര്യമാണല്ലോ. പാർവതിക്ക് വേണ്ടി ഇവരുടെയൊക്കെ മുന്നിൽ എന്നെ ഏട്ടനെയും കുറ്റക്കാരാക്കാനുള്ള ശ്രമമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ വിഷയം സംസാരിച്ച് തീർന്നിട്ട് പാർവതി പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. വേണ്ട ജാസ്മിൻ, എന്നെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അത് തുടങ്ങിയാൽ ഒരറ്റത്തുനിന്ന് ഞാൻ പൊളിച്ചെടുക്കും. നിനക്കും എന്റെ അളിയനും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഞാനും എന്റെ ഏട്ടനും എന്തോ മഹാഭാവം ചെയ്തിട്ടുണ്ടെന്ന്. സൂക്കേടുകാരിയായ അനിയത്തിയെ ഇയാൾ എന്റെ ഏട്ടന്റെ തലയിൽ കെട്ടിവെച്ചു. പക്ഷേ ഏട്ടൻ അവളെ പൊന്നുപോലെയാ നോക്കിയത്. ഇനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് മനസ്സിലായ ജയ അവരുടെ പേരിൽ ഉണ്ടായിരുന്നതെല്ലാം എന്റെ ഏട്ടന് കൈമാറി എന്നുള്ളത് സത്യം. അത് ഇയാൾക്ക് പിടിച്ചില്ല. അന്ന് തൊട്ട് ഇയാളൊരു അവസരം നോക്കി നടക്കുമായിരുന്നു ഞങ്ങളെ കൊടുക്കാൻ.
പാർവതി ഇട്ട് കൊടുത്ത 2 പൂക്കൾ മണപ്പിച്ച് വന്നിരിക്കുന്നു ഞങ്ങളെ പൂട്ടാൻ. ജതന്റെ കൈ പിടിച്ചു കൊടുക്കുന്നവരെ എന്റെ അനിത്യക്ക് ഒരു സൂക്കേടും ഉണ്ടായിരുന്നില്ല. അതിന്റെ വിചാരണയ്ക്കല്ല ഞാൻ ഇപ്പോ വന്നിരിക്കുന്നത്. പൂവില് വിഷം സ്പ്രേ ചെയ്ത് ജാസ്മിനും ജിതിനുമാണെന്ന് പറഞ്ഞത് ഞാനല്ല, പാർവതിയാ. വിശാൽ സാറിന്റെ റൂമില് വിഷം തെളിച്ച പൂക്കൾ ഇവൾ പലതവണ വെച്ചിട്ടുണ്ട്. വിശാൽ സാറിനെ അപകടപ്പെടുത്തുന്ന ജാസ്മിന്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നെയും ജാസ്മിനെയും കഴിവേറ്റാൻ അളിയനും പാർവതിയും ചേർന്ന് കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അളിയന്റെ കയ്യിലുള്ള റിപ്പോർട്ട് ഫേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലല്ലോ. അതുപോലെ പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്തത് ഞാനും ജാസ്മിനും ആണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ അളിയന്റെ കയ്യിലുമില്ല. പാർവതിയുടെ മൊഴി മാത്രമാണ് ഞങ്ങൾക്കെതിരെയുള്ള ഒരേ ഒരു തെളിവ്. അത് കോടതിയിൽ നിലനിൽക്കില്ലെന്ന് ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അരവിന്ദൻ സാറേ, ഇത് പാർവതിയും സാറും ചേർന്ന് നടത്തുന്ന കള്ളക്കളികളാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പാർവതി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഗാർഹിക പീഡനം ചുമത്തി എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് സാറ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. സാർ അതൊന്നും മറന്നിട്ടില്ലല്ലോ. പാർവതിക്ക് വേണ്ടി സാർ എന്തും ചെയ്യുമെന്ന് അന്നേ എനിക്ക് മനസ്സിലായതാ. പൂക്കളിൽ വിഷം സ്പ്രേ ചെയ്ത് ഒരാളെ കൊല്ലാൻ കഴിയുമെങ്കിൽ ലോകത്തുള്ള വാടക കൊലയാളികളെല്ലാം അത് പരീക്ഷിക്കില്ലേ? പണി എളുപ്പമല്ലേ സാറേ? ഓരോ ഉടായ്പായി വന്നോളും. അല്ല സാർ ഇത്രയും തരം താഴരുത്. മുഹൂർത്തം കഴിയാറായി. ദയവ് ചെയ്ത് സാർ ഇവിടെ നിന്ന് പോയി തരണം. പൂക്കളിന് വിഷം തെളിച്ച് ഒരാളെ കൊല്ലാനൊക്കെ കഴിയും. അരവിന്ദൻ സാറിന്റെ അനിയത്തെ കൊന്നത് അങ്ങനെയല്ലേ?